ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബെല്ലമ്മയാണ്. അപ്പോൾ കാണിച്ചു കൊടുത്തേ. ലിസ്യു ചോക്ലേറ്റ്സ്. അപ്പോൾ നമ്മുടെ ലിസ്യു ചോക്ലേറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ചോക്ലേറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ പ്യുവർ ചോക്ലേറ്റ്സും ഒന്ന് നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ്സ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എത്ര പേർക്ക് അറിയാം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ചോക്ലേറ്റിൽ അവർ പ്യുവർ കൊക്കോ ബട്ടറും പ്യുവർ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്യുവർ ചോക്ലേറ്റ് ഇച്ചിരി എക്സ്പെൻസീവാണ്. അതായത് നമുക്ക് ഡെയിലി ഇതിനൊന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആയിരിക്കില്ല. പക്ഷേ കോമ്പൗണ്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ സെയിം ഫ്ലേവേഴ്സിൽ നമുക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. പക്ഷേ അതിനകത്ത് കൊക്കോ ബട്ടറിന് പകരം അവർ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഫാറ്റ് ആയിരിക്കും. മാർക്കറ്റിൽ കിട്ടുന്ന മിക്ക ചോക്ലേറ്റ്സും കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് എത്ര പെർസെൻറ്റേജ് കൊക്കോ ബട്ടർ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് കൊക്കോ പൗഡർ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് വെജിറ്റബിൾ ഫാറ്റ് ഉണ്ട്, അത് പ്യുവർ ചോക്ലേറ്റ് ആണോ എന്ന് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയാൽ മതി. പൊതുവെ നമുക്ക് വില കുറവിന് കിട്ടുന്ന എല്ലാ ചോക്ലേറ്റ്സും കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. എന്ന് വെച്ചിട്ട് അത് മോശമാണെന്നല്ല, പക്ഷേ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിസ്യു ചോക്ലേറ്റിലേക്ക് പോകാം. ഇത് 100% അവൾ വീട്ടിലിരുന്ന് ചെയ്യുന്നതാണ്. പ്യുവർ ചോക്ലേറ്റും ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് ചോക്ലേറ്റ്സും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്യുവർ ചോക്ലേറ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ടിൻ്റെയും സാമ്പിൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. വളരെ മനോഹരമായ ഒരു പാക്കിങ്ങിലാണ് നമ്മുടെ ചോക്ലേറ്റ്സ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബ്രാൻഡിങ്. അത് ഇങ്ങനെ ഒരു സ്ലിപ്പ് ഓൺ കവറിലാണ് ഇതിങ്ങനെ വരുന്നത്. കണ്ടോ, വളരെ ഭംഗി ഉള്ള. ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാക്കിങ്ങിൽ തിരിച്ചു വെച്ചതാണ്. കേട്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ചോക്ലേറ്റ്സിനെയാണ് ബോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടാവും. മാർക്കറ്റിൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന നട്ട്സും ഫ്രൂട്ട്സും അല്ലാതെ രമ്യ ചെയ്തിരിക്കുന്നത് റിയൽ ഫ്രൂട്ട്സും അതുപോലെ റിയൽ ഫ്ലേവേഴ്സും യൂസ് ചെയ്തിട്ടാണ് ബോൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ വായിൽ വെള്ളം വരികയാണ്, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു തരണ്ടേ. ഇത് ആണ് നമ്മുടെ പ്യുവർ ചോക്ലേറ്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കംപ്ലീറ്റ്ലി കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും വെച്ചിട്ടാണ്. അല്പം എക്സ്പെൻസീവാണ്. ഇത് റോസ്റ്റഡ് ആൽമണ്ട് കണ്ടോ. അപ്പോൾ ആൽമണ്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ആൾ ചെയ്യുന്നതാണ്. ഇത് നട്ടി ക്രാക്കർ. അപ്പോൾ ഞാൻ നട്ടി ക്രാക്കർ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്യുവർ ചോക്ലേറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. അതായത് നമ്മുടെ വായുടെ ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിൽ തന്നെ ഇത് അലിയും. അത്രയും പ്യുവറായിരിക്കും ഈ പ്യുവർ ചോക്ലേറ്റ്. അപ്പോൾ നമുക്ക് പ്യുവർ ചോക്ലേറ്റ് കാണാം. ഇതെങ്ങനെയാണ് അതിൻ്റെ റാപ്പിംഗ്. സകല ലൈസൻസോട് കൂടി രമ്യ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നട്ടി ക്രാക്കർ ടേസ്റ്റ് ചെയ്യാം. ഒന്നുമല്ല, അതിൻ്റെ ബാക്കാണ് കാണേണ്ടത്. ഇത് കണ്ടോ, ഒരുപാട് ഫ്രഷ് നട്ട്സ് വെച്ചിട്ട് പ്യുവർ ചോക്ലേറ്റിലാണ് രമ്യ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ഈ നട്ട്സൊക്കെ റോസ്റ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റോസ്റ്റഡ് ഫ്ലേവേഴ്സൊക്കെ കിട്ടും. പിന്നെ ആ ചോക്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വായുടെ ആ ചൂട് കൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യേണ്ട, അതെങ്ങനെ അലിഞ്ഞു പോവും. അപ്പോൾ ഇതാണ് നട്ടി ക്രാക്കർ ചോക്ലേറ്റ് ബാർ, പ്യുവർ ചോക്ലേറ്റ്. അതായത് എന്നെ പോലെ ചോക്ലേറ്റ് ക്രേസ് ഉള്ളവർ എന്തായാലും മസ്റ്റ് ട്രൈ. ഇതാണ് നമ്മുടെ ബോൺസ്. അപ്പോൾ ഇത് മൂന്നും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ്. അപ്പോൾ ഞാൻ മൂന്നും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ഫ്ലേവറാണ് പാഷൻ ഫ്രൂട്ട്. കാണുന്നുണ്ടോ? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആൾ വെറും ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്. റിയൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് എടുത്തിട്ടാണ് ആൾ ഈ ബോൺ ഉണ്ടാക്കുന്നത്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ബോൺ സ്വർഗം ഉണ്ടോ. നിങ്ങൾ കടിക്കുമ്പോൾ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിയും മധുരവും ആ ചോക്ലേറ്റിൻ്റെ മധുരവും കൂടി ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ കേട്ടോ. പാഷൻ ഫ്രൂട്ട് യം. പിതാവേ ഉണ്ടോ. ഐ തിങ്ക് ഇതിങ്ങനെ ഒറ്റ പീസായിട്ട് വയറ്റിലിടുന്നതാണെന്ന് തോന്നുന്നു. രക്ഷയില്ല. ജ്യൂസി ക്രീമി മെൽറ്റ് ഇൻ ദ മൗത്ത് ബോൺസ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. അടുത്ത ഫ്ലേവർ കാണിച്ചു തരാം. ഞാൻ നക്കി നശിപ്പിക്കും. അടുത്തത് ബട്ടർ സ്കോച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫ്ലേവേഴ്സ് നമ്മുടെ രമ്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആളോട് ചോദിക്കാം. ഈ ഗ്രഹൺ പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ പോലെയാണ്. അപ്പോൾ ബട്ടർ സ്കോച്ച് ബോൺ ഇച്ചിരി ഇതാണ്. അപ്പോൾ ഊസിയല്ല, പക്ഷെ നന്നായിട്ട് ആ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. വെരി നൈസ്.
എനിക്ക് പാഷൻ ഫ്രൂട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. മേ ബി ബിക്കോസ് ഐ ലൈക്ക് ബട്ടർ സ്കോച്ച്. അപ്പോൾ അത് കിടും. സൂപ്പർ. അടുത്തത് കാന്താരി ബ്ലേസ്. കോമൺ ആയിട്ട് നിങ്ങൾ കാണാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ ഫ്രഷ് കാന്താരി വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഡാർക്ക് ചോക്ലേറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാന്താരി ബ്ലേസ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. പേടിയാവുന്നു. നല്ലൊരുമുണ്ട്. അമ്മേ, ഒരു മധുരവും എരിവും കൂട്ടിക്കലർന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. റിയലി നൈസ്. ഉണ്ടോ? റിയലി നൈസ്. ഇത് മസ്റ്റ് ട്രൈ സംഭവമാണ്. നമ്മുടെ കാന്താരി ബ്ലേസ്. അങ്ങനെ ഈ കാലി കാണുന്നതൊക്കെ ഞാൻ തീർത്തതാണ്. ടേസ്റ്റ് നോക്കി പറഞ്ഞു വന്നത് ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സിൽ നമ്മുടെ രമ്യ ചോക്ലേറ്റ് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് ചോക്ലേറ്റും പ്യുവർ ചോക്ലേറ്റും. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ചിനനുസരിച്ച് രമ്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ചോക്ലേറ്റ് സെറ്റാക്കി തരും. അപ്പോൾ ഇതുവരെ നമ്മുടെ ഹോം മെയ്ഡ് പ്യുവർ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റ്സ്, വെറൈറ്റി ചോക്ലേറ്റ്സ് ട്രൈ ചെയ്യാത്തവർ എന്തായാലും നമ്മുടെ രമ്യ രാജൻ്റെ ലെസ്യു ചോക്ലേറ്റ്സ് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.